പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലാണ് ഞാനുള്ളത്. എനിക്ക് പുറകിൽ കാണുന്നതാണ് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ വീട്. ആ വീട്ടിൽ നിന്ന് തൊട്ട് അല്പം ഇപ്പുറത്തോട്ട് മാറിയാൽ അവിടെ ഒരു പോലീസ് ജീപ്പ് കാണാം. കഴിഞ്ഞ 10 വർഷമായി ഈ പോലീസ് ജീപ്പ് ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ്റെ വീടിന് നേരെ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത പരിഗണിച്ചാണ് പോലീസ് കാവൽ ഏർപ്പെടുത്തിയത്. അന്ന് മുതൽ ഈ പോലീസ് ജീപ്പ് ഇവിടെയുണ്ട്. ഒപ്പം 8 പോലീസ് ഉദ്യോഗസ്ഥരും വീടിന് കാവലായുണ്ട്. അതിൽ 2 SIമാർ, ഒപ്പം തന്നെ മറ്റ് 6 CPOമാരും കൂടി ഈ വീടിന് കാവലായി ഇവിടെയുണ്ട്. അവർ ഊഴമനുസരിച്ച് ഈ വീടിന് കാവൽ നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് ജീപ്പ് അന്ന് മുതൽ ഇവിടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ കട്ടപ്പുറത്തായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ പോയാൽ കാണാം, അവിടെ മതിലിനോട് ചേർന്നാണ് പോലീസ് ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ബാറ്ററിയൊക്കെ കേടായിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തെ, അതായത് ഇടതുവശത്തെ ഡോറ് മാത്രമാണ് തുറക്കാൻ കഴിയുക. അതിനാൽ തന്നെ ഒരു മിനി പോലീസ് സ്റ്റേഷൻ എന്ന് തന്നെ ഇതിനെ വേണമെങ്കിൽ പറയാം. ഒരു ജീപ്പ് സ്റ്റേഷൻ, പോലീസ് ജീപ്പ് സ്റ്റേഷൻ എന്ന് തന്നെ നമുക്കിതിനെ പറയുകയും ചെയ്യാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടാകാറുള്ളത്. അവർ ഊഴമനുസരിച്ച് ഡ്യൂട്ടി ചെയ്യുകയാണ്. പലപ്പോഴും നേരത്തെ അവർക്ക് ഈ ശുചിമുറിയിലൊക്കെ പോകാനുള്ള പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തൊട്ടടുത്തുള്ള വീടുകളിലും ഇപ്പോൾ സമീപത്തായ ഒരു കട വന്നിട്ടുണ്ട്. അവിടെയുള്ള ശുചിമുറിയൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത്, നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചില അക്രമ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി വീടിന് ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുന്നു. നിലവിൽ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഇനിയിപ്പോൾ തുടരുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വിഷയമുള്ളത്, ഒരു റോഡിൻ്റെ പകുതിയോളം ഈ പോലീസ് ജീപ്പ് നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് അനക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ മറ്റു വാഹനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട് കൂടി അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും പോലീസുകാരുടെ കാര്യം, ഇവിടെ ഡ്യൂട്ടി എടുക്കുന്ന പോലീസുകാരുടെ കാര്യം, അത് അല്പം കഷ്ടമാണ്. അവർ ദുരിതത്തിലാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ മാറിയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്താണ് മാറ്റമുണ്ടാവുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയിൽ കുറവൊക്കെ വരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനം ഇവിടെ നിന്ന് മാറ്റുമോ, പോലീസ് ജീപ്പ് ഇവിടെ നിന്ന് മാറ്റുമോ, ഈ പോലീസുകാരുടെ കാവൽ അതും മാറ്റുമോ എന്നൊക്കെയുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.